എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത് കേരളത്തിൽ പുറത്തിറങ്ങിയ ഒരു മികച്ച സർക്കാർ ജോലി അവസരത്തെ കുറിച്ചാണ്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് KEC പുറത്തിറങ്ങിയ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ആണ്. ഈ റിക്രൂട്ട്മെന്റ് വഴി ഇലക്ട്രിസിറ്റി വർക്കർ എന്ന പോസ്റ്റിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത്. കേരളത്തിലെ 14 ജില്ലകളിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്ന വലിയ അവസരമാണിത്. അപേക്ഷകൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അതായത് PSCയുടെ ഓൺ ടൈം പ്രൊഫൈൽ വഴി ഓൺലൈനായിട്ട് സമർപ്പിക്കണം. അപേക്ഷിക്കാനുള്ള അവസാന തീയതി വരുന്നത് 2026 ജൂൺ 3-ാം തീയതിയാണ്. അതിനാൽ താല്പര്യമുള്ള സമയം കളയാതെ അപേക്ഷിക്കുക. ഈ നോട്ടിഫിക്കേഷന്റെ പ്രധാന വിവരങ്ങൾ നോക്കാം. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് ചാനലിൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനടി തന്നെ ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ കൂടി അമർത്തുക. കൂടാതെ ജോലി അന്വേഷിക്കുന്ന സുഹൃത്തുക്കളിലേക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുക. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും തരാം. ഇനി റിക്രൂട്ട്മെന്റ് വിശദവിവരങ്ങൾ കാണാം. കാറ്റഗറി നമ്പർ വരുന്നത് 21/2026 ആണ്. ഡിപ്പാർട്ട്മെന്റ് വരുന്നത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് ആണ്. പോസ്റ്റ് വരുന്നത് ഇലക്ട്രിസിറ്റി വർക്കർ ആണ്. ഈ പോസ്റ്റിന് ലഭിക്കുന്ന ബേസിക് ശമ്പളം ഏകദേശം 26,500 മുതൽ 43,500 വരെയാണ്. കൂടാതെ DAHR മറ്റ് അലവൻസുകളും എന്നിവ ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒഴിവുകളുടെ വിവരങ്ങളാണ്. ജില്ലാതലത്തിലുള്ള ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരത്ത് 101 ഒഴിവുകളും, കൊല്ലത്ത് 49 ഒഴിവുകളും, പത്തനംതിട്ട 24 ഒഴിവുകളും, ആലപ്പുഴയിൽ 70 ഒഴിവും, കോട്ടയം 64 ഒഴിവും, ഇടുക്കി 96 ഒഴിവും, എറണാകുളം 139 ഒഴിവുകളും, തൃശൂരിൽ 62 ഒഴിവുകളും, പാലക്കാടിൽ 68 ഒഴിവുകളും, മലപ്പുറത്തിൽ 64 ഒഴിവുകളും, കോഴിക്കോടിൽ 117 ഒഴിവുകളും, വയനാടിൽ 26 ഒഴിവുകളും, കണ്ണൂരിൽ 73 ഒഴിവുകളും, കാസർഗോഡിൽ 32 ഒഴിവുകളുമാണ്. ഇതിലൂടെ വലിയ തോതിലുള്ള നിയമനമാണ് നടക്കുന്നത്. ഇനി പ്രായപരിധി നോക്കാം. പ്രായപരിധി വരുന്നത് 18 മുതൽ 40 വയസ്സ് വരെയാണ് അപേക്ഷിക്കാവുന്നത്. ജനനത്തീയതി കണക്കാക്കുന്നത് 2/1/1986 മുതൽ 1/1/2008 വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. OBC വിഭാഗത്തിന് 3 വർഷവും SC/ST വിഭാഗത്തിന് 5 വർഷവും പ്രായളവ് ലഭിക്കും. ഇനി വിദ്യാഭ്യാസ യോഗ്യത നോക്കാം. കുറഞ്ഞത് 10th അല്ലെങ്കിൽ അതിന് തുല്യമായ യോഗ്യതയാണ്. കൂടാതെ 2 വർഷത്തെ ITI അല്ലെങ്കിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ട്രേഡ് വരുന്നത് ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ വയർമാൻ ആയിരിക്കണം. ഇനി ഉയരം പറയുന്നുണ്ട്. ഉയരം പുരുഷന്മാർക്കാണെങ്കിൽ കുറഞ്ഞത് 157.48 സെന്റിമീറ്റർ ഉയരമാണ്. സ്ത്രീകൾക്കാണെങ്കിൽ കുറഞ്ഞത് 152.40 സെന്റിമീറ്റർ ഉയരമാണ്. ഈ ജോലിയിൽ ഫിസിക്കൽ ഫിറ്റ്നസും വളരെ പ്രധാനമാണ്. കാരണം ഇത് ഫീൽഡ് വർക്കുമായി ബന്ധപ്പെട്ട ജോലിയാണ്. ഇനി അപേക്ഷിക്കുന്ന വിധം കേരള PSCയുടെ ഓൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ ഉള്ളവർക്ക് നേരിട്ട് ലോഗിൻ ചെയ്ത് അപേക്ഷിക്കാം. പുതിയവർ ആദ്യം പ്രൊഫൈൽ സൃഷ്ടിച്ച ശേഷം അപേക്ഷിക്കണം. അതിനാൽ ഈ ഒരു അവസരം നഷ്ടപ്പെടുത്തരുത്. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് മുഴുവൻ വിശദാംശങ്ങളും വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം അപേക്ഷിക്കാവൂ. അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും അപേക്ഷിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റിലൂടെ രേഖപ്പെടുത്തുക. ഇനിയും ഇതുപോലുള്ള സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് ജോബ് അപ്ഡേറ്റ്സ് ദിനംപ്രതി ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താൻ കൂടി മറക്കരുത്. കൂടാതെ ഇൻഫർമേഷൻ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഒരു ജോബ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.